ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഹോം ടൂർ ആണ് കേട്ടോ. ഒരുപാട് പേര് എപ്പോഴും എൻ്റെ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോ എന്തായാലും ഫുള്ളായി കാണുക, കണ്ടിഷ്ടമാവുമെന്നാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വീട് വന്നിട്ടുള്ളത്. പുറമേ നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഒരു ഓൾ ആൻഡ് ഓൾ ഒരു ഔട്ട്ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. 10 വർഷമെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ വീടെല്ലാം ഇരുന്നിട്ട്. നമ്മുടെ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് വന്നിട്ടുള്ളത് 2700 കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ സിറ്റ് ഔട്ട് വന്നിട്ടുള്ളത്. സിറ്റ് ഔട്ടിലുള്ള വാളെല്ലാം നമ്മൾ വുഡ് കൊണ്ട് പാനൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ സിറ്റ് ഔട്ടിൽ നമ്മൾ 2 ഡോറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഡയറക്റ്റ്ലി ഓഫീസ് റൂമിൽ കയറാനും പറ്റുന്ന രീതിയിലും ഒന്ന് ഹാളിലേക്ക് കയറാനും പറ്റുന്ന രീതിയിൽ 2 ഡോറാണ് കേട്ടോ ഫ്രണ്ട് ഏരിയയിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് നേരെ വീടിൻ്റെ ഉള്ളിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഓഫീസ് റൂം വന്നിട്ടുള്ളത്. ഒരു 10 വർഷമെല്ലാം മുൻപ് കയറ്റുന്ന വീടെല്ലാം ഇങ്ങനെയാവും അല്ലേ, സെപ്പറേറ്റ്ലി ആയിട്ടൊരു ഓഫീസ് റൂമും പിന്നെ അത് കഴിഞ്ഞിട്ടാവില്ലേ ഹാളെല്ലാം വരുന്നത്. ഇപ്പോൾ എല്ലാം കയറ്റുന്ന വീട് ഫസ്റ്റ് ലിവിങ് റൂമും പിന്നെ ഹാള് അങ്ങനെയൊക്കെയാവും. ഇതിപ്പോൾ സെപ്പറേറ്റ്ലി നമുക്ക് ഒരു ഓഫീസ് റൂമെല്ലാം ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഓഫീസ് റൂമിൽ നിന്ന് നേരെ ഡയറക്റ്റ്ലി നമ്മൾ പോകുന്നത് നമ്മളുടെ ഹാളിലേക്ക് വന്നിട്ട്. ഹാൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. അതുപോലെ നമ്മൾ ഹാളിലൊരു സോഫ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു ടേബിളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമ്മളൊരു ഹാളിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വാഷിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിയർ ആയിട്ടൊരു ബാത്റൂം കൂടെ വരുന്നുണ്ട് കേട്ടോ. ഒരു കോമൺ ബാത്റൂമാണ് കേട്ടോ ഇത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ കുറച്ച് സ്റ്റോറിങ് സ്പേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ അതിന് നിയറായിട്ട് ഒരു ക്രോക്കറി ഷെൽഫും കൂടെ വരുന്നുണ്ട്. ഹാളിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ്. ഇതാണ് പഞ്ചമാൻ്റെ റൂം വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ സ്പെഷ്യലായിട്ടുള്ളൊരു റൂമാണ് കേട്ടോ ഇത്. കാരണം ഉമ്മ എപ്പോഴും പാൻ്റെ ഒരു റൂം എന്നുള്ള രീതിയിൽ എപ്പോഴും നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എപ്പോഴും ആൾ കീപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. നമുക്കൊന്നും പെട്ടെന്നൊന്നും പ്രവേശിക്കാനൊന്നും പറ്റില്ല ഈ ഒരു റൂമിൽ. എപ്പോഴും ഉമ്മ പറയും അതെപ്പോഴും നീറ്റായി കിടക്കണം എന്നുള്ളത്. പാൻ്റെ റൂമിൽ അത് അതിൻ്റേതായ മാനേഴ്സിൽ കീപ്പ് ചെയ്യണം എന്നുള്ളത് ഉമ്മ എപ്പോഴും പറയാറുണ്ട് കേട്ടോ. അതുപോലെ ഈ ഒരു റൂമിൻ്റെ ഇൻറ്റീരിയലെല്ലാം നമ്മളൊരുപാട് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്തിട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഇൻറ്റീരിയലാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഡയറക്റ്റ്ലി പോകുന്നത് ഒരു പാസിങ് ഏരിയയിലേക്കാണ് കേട്ടോ. ഈ ഒരു പാസിങ് ഏരിയയിൽ നമ്മൾ ഓൾറെഡി ഒരു ഫ്രിഡ്ജ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു പാസിങ് ഏരിയയിൽ നിന്നാണ് നമ്മൾ കിച്ചണിലേക്കും ഡിവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ ഒരു ഗസ്റ്റ് റൂം ഉണ്ട്. ഈ ഒരു റൂമിലേക്കും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് കേട്ടോ. എൻ്റെ വീട്ടിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യാറുള്ളത് ഈ ഒരു റൂമിലാണ് കേട്ടോ. ഞാൻ മാത്രമല്ല നമ്മളെല്ലാവരും കൂടുതലും റെസ്റ്റ് ചെയ്യാറുള്ളത് ഈ റൂമിൽ തന്നെയാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു വീടിൻ്റെ വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സൗദിയിലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഞാൻ 4th പഠിക്കായിരുന്നു. പിന്നെ നമ്മൾ വീടിൻ്റെ എല്ലാ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ 7th കേട്ടോ നാട്ടിൽ നമ്മൾ ഹൗസ് വാമിങ്ങിനെങ്ങാനും വന്നിട്ടുണ്ടായിരുന്നത്.
ഇതാണ് കേട്ടോ നമ്മളെ കിച്ചൺ വന്നിട്ടുള്ളത്. കിച്ചണ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. നമ്മൾ ഒരു ടേബിളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അധികം ഫുഡെല്ലാം കഴിക്കാറുള്ളത് ഇവിടെ തന്നെയാണ് കേട്ടോ. നമ്മളെപ്പോഴും ഈ ഒരു കിച്ചണിലല്ല കേട്ടോ നമ്മൾ യൂസ് ആക്കാറുള്ളത്. ഇത് വല്ല ഫങ്ഷനോ കാര്യമെല്ലാം വരുമ്പോഴാണ് ഈ ഒരു കിച്ചൺ യൂസ് ആക്കാറുള്ളത്. അല്ലെങ്കിൽ നമ്മളധികം വർക്ക് ഏരിയ തന്നെയാണ് കേട്ടോ യൂസ് ആക്കാറുള്ളത്. പിന്നെ ഇതാണ് കേട്ടോ നമ്മൾ വർക്ക് ഏരിയ വന്നിട്ടുള്ളത്. നമ്മളധികം യൂസ് ആക്കാറുള്ളത് ഈ ഒരു കിച്ചൺ തന്നെയാണ് കേട്ടോ. വർക്ക് ഏരിയയിൽ നേരെ നിയറായിട്ടൊരു സ്റ്റോർ റൂമും കൂടെ വന്നിട്ടുണ്ട്. ഒരു വല്ലാണ്ട് സ്പേഷ്യസ് ആയിട്ടുള്ളതല്ല, ഒരു കുഞ്ഞ് സ്റ്റോർ റൂം വന്നിട്ടാണ്. അവിടെ നമ്മളൊരു ഫ്രിഡ്ജും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമുക്ക് നേരെ മുകളിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ മുകളിലോട്ട് നമ്മൾ പോകുന്ന ടൈമിൽ സ്റ്റെയറിൻ്റെ സൈഡിൽ വാളിൽ നമ്മൾ ഫുൾ ടൈൽ വെച്ചിട്ട് പാനൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ ഹൗസ് വാമിങ് കഴിഞ്ഞ ടൈമിൽ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഹൗസ് വാമിങ് എല്ലാം കഴിഞ്ഞ് ഒരു 3 വർഷം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ടൈലിൻ്റെ വർക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളെല്ലാവരും മുകളിലോട്ട് കയറി പോകുമ്പോൾ കുട്ടികളെല്ലാം കൈ വെച്ച് കയറുമ്പോൾ കയ്യിൻ്റെ ഒരു പാടും അതുപോലെ നമ്മളുടെ കയ്യിലെ ചളികളെല്ലാം അതുമേലായിട്ട് വളലാകെ വൃത്തിയായിട്ട് ഒപ്പിമയും ചെയ്തിട്ടുണ്ടായിരുന്നൊരു വർക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ക്ലീൻ ആക്കിയിട്ട് അങ്ങ് എടുക്കാമല്ലോ. അപ്പം ഇതിപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നൊരു വർക്കാണ് കേട്ടോ. അതുപോലെ സ്റ്റെയറിൻ്റെ വോളിലായിട്ട് 3 വലിയൊരു വിൻഡോ വരുന്നുണ്ട് കേട്ടോ. ഇത് ഗ്ലാസിൻ്റെ വിൻഡോ ആണ്, നമ്മൾ ഓപ്പൺ ആക്കാറില്ല. ഓപ്പൺ ആക്കാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് വിൻഡോ ആണ് കേട്ടോ ഇത്. നമ്മുടെ താഴെയുള്ള ഹാൾ പോലെ തന്നെയാണ് കേട്ടോ. മുകളിലുള്ള ഹാളും അത്യാവശ്യം നല്ല സ്പേഷ്യസ് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് നമ്മളൊരു ബെറ്റെല്ലാം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ടാബ്ലുണ്ട്, പിന്നെ ഒരു സ്റ്റഡിങ് ടാബ്ലും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ കല്യാണത്തിൻ്റെ ടൈമിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ബെറ്റ് ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നത്. നമ്മൾ റിലേറ്റീവ്സ് എല്ലാം വരുമ്പോൾ കിടക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നതായിരുന്നു കേട്ടോ. പിന്നെ പുറത്ത് ബാൽക്കണിക്ക് പോലെ ഡോറും ഒരു കോമൺ ബാത്റൂം, പിന്നെ പുറത്ത് സിറ്റ് ഔട്ടിൽ പോകുന്ന ഡോറ്, അങ്ങനെയൊക്കെയാണ് കേട്ടോ ഉള്ളത്. മുകളിൽ നമുക്ക് 2 ബെഡ്റൂം വന്നിട്ടാണ് ഉള്ളത്. ഈ ഒരു ഡോറും ഈ ഒരു ഡോറും വന്നിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ബെഡ്റൂം വന്നിട്ടുള്ളത്. ഞാൻ ബെഡ്റൂം ക്ലീനിങ്ങിൽ എങ്ങാനും എൻ്റെ റൂമെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നൊന്നുമില്ല. ഇതാണ് കേട്ടോ എൻ്റെ റൂം വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ബെഡ്റൂം വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ. ഇതെൻ്റെ ബ്രദറിൻ്റെ റൂമാണ് കേട്ടോ, എൻ്റെ മോനുവിൻ്റെ റൂമാണ് കേട്ടോ ഇത്. ഇതിലെല്ലാം ഒരു സിറ്റിംഗ് അറേഞ്ച്മെൻ്റ് എല്ലാം ചെയ്തിട്ടുണ്ട് നമ്മൾ. പിന്നെ ഇത് ഒരു ഗ്രീൻ പെയിൻ്റ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്ന റൂമാണ് കേട്ടോ. അവന് ഇഷ്ടപ്പെട്ടിട്ട് പെയിൻ്റ് എല്ലാം പരന്ന് കൊടുത്തിട്ട് അന്നേരം ചെയ്തതാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ ഈ ഒരു ഡോർ വന്നിട്ട് നമ്മൾ പുറത്ത് ബാൽക്കണിക്ക് പോകുന്ന ഡോറാണ് കേട്ടോ ഇത്. ഇതെപ്പോഴും നമ്മൾ ക്ലോസ് ആയിട്ട് തന്നെയാണ് കേട്ടോ വെക്കാറുള്ളത്. നമ്മൾ ബാൽക്കണി അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. ചെറിയ വല്ല ഫങ്ഷനെല്ലാം ഉണ്ടാകുന്ന ടൈമിൽ അന്നേരം നമ്മൾ ടേബിളെല്ലാം സെറ്റ് ചെയ്ത് ഫുഡെല്ലാം കഴിക്കാറുണ്ട് കേട്ടോ അവിടെ. പിന്നെ നമ്മൾ ഇപ്പോൾ പുതിയതായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നൊരു വർക്കാണ് കേട്ടോ ഇത്. അതായത് ഈ ബ്ലാക്ക് ഷെൽഫെല്ലാം കണ്ടില്ലേ, അതിപ്പോൾ നമ്മൾ പുതിയതായിട്ട് ചെയ്യിപ്പിച്ച് ഒരു വർക്കാണ് കേട്ടോ. ഒരുപാട് നമ്മൾ തീരെ എടുക്കാത്ത ഒരുപാട് സാധനങ്ങളെല്ലാം നമ്മളിവിടെ കൊടുന്ന് വെക്കാറാണ് കേട്ടോ ചെയ്യാറുള്ളത്.
അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ വീട്ടിൻ്റെ ഒരു ഹോം ടൂറായിട്ട് എനിക്ക് കാണിക്കാനുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായി കാണുക, കണ്ടിഷ്ടമാവുമെന്നാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മളെ പ്രീവിയസ് വീഡിയോസൊന്നും കാണാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും അതെല്ലാം ഒന്ന് പോയി കാണുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ പേര് കാണുന്നുണ്ട്, എല്ലാവരും ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കാണുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വരെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.